ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇത്ര വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഈ സെക്കൻഡ് ക്ലാസ്സിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ടോപ്പിക് മുതലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇലക്ട്രിക് കറന്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലെ. എന്താണ്? ചാർജസിന്റെ ഫ്ലോയെ പറയും കറന്റ്. കറന്റ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒഴുക്ക്, പ്രവാഹം എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഇവിടെ വെള്ളത്തിനൊഴുക്കിനെ വാട്ടർ കറന്റ് പറയും. ഇവിടെ ഇലക്ട്രിക് ചാർജസിന്റെ ഒഴുക്കിനെ അല്ലെ, ഇലക്ട്രിക് ചാർജസിന്റെ ഒഴുക്കിനെ, ഒരു മൂവ്മെന്റിനെ നമ്മൾ പറയും എന്താണ്? ഇലക്ട്രിക് കറന്റ് എന്ന് പറയും. എന്നാലും പൊതുവായിട്ട് നമ്മൾ കറന്റ് എന്ന് മാത്രമേ പറയാറുള്ളൂ അല്ലെ. കറന്റ് വന്നു എന്നൊക്കെ പറയാറില്ലേ. ഓക്കെ, ഈ ഇലക്ട്രിക് കറന്റിന്റെ ഇന്റൻസിറ്റി എങ്ങനെ അളക്കാം, അതിന്റെ തീവ്രത എങ്ങനെ അളക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് കറന്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? കറന്റ് is the electric current is the flow of electric charges. ഈ ചാർജസിന്റെ ഫ്ലോ, ഒഴുക്കിനെയാണ് പറയുന്നത് ഇലക്ട്രിക് കറന്റ് എന്ന്. ഇവിടെ യെല്ലോ ബോക്സസിൽ കൊടുത്തൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ ഓർ കറന്റ്. അതായത് സിംപ്ലി നമ്മൾ പറയും കറന്റ് എന്ന് മാത്രം പറഞ്ഞാലും മതി. ഓക്കെ, കറന്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. എന്ന് വെച്ചാൽ കറന്റ് എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് വെച്ചാൽ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ചാർജസിന്റെ അളവാണ്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. എന്ന് വെച്ചാൽ യൂണിറ്റ് ടൈമിൽ, അതായത് ഒരു സെക്കൻഡ്, യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ 1 സെക്കൻഡ്, 1 സെക്കൻഡിൽ ഒരു കണ്ടക്ടറിലെ കൂടി, ഒരു കണ്ടക്ടർ എന്നാൽ വൈദ്യുതി കടന്നു പോകുന്ന, ഇലക്ട്രിക് കറന്റ് കടന്നു പോകുന്ന ചാലകങ്ങൾ അല്ലെ, കണ്ടക്ടർ എന്ന് പറയും. അയൺ അല്ലെ, അയണിലൂടെയൊക്കെ ഇലക്ട്രിക് കറന്റ് പോകും, അപ്പൊ അതിനെ ഒരു കണ്ടക്ടർ എന്ന് പറയാം. അതേസമയം ഒരു വുഡിന്റെ പീസ് ആണെങ്കിലോ, ഒരു മരക്കഷ്ണമാണെങ്കിലോ, ഒരു ഉണങ്ങിയ മരക്കഷ്ണമാണെങ്കിൽ അതിലെ കൂടി എന്താകും? ഇലക്ട്രിക് കറന്റ് പോകില്ല. അപ്പൊ കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക് കറന്റ് ഉണ്ടാകുന്ന അല്ലെ കടന്നു പോകുന്ന ചാലകങ്ങളെ പറയും കണ്ടക്ടർ എന്ന് പറയും. ഓക്കെ, അത്തരം വസ്തുക്കളെ പറയും കണ്ടക്ടർ എന്ന്. ഓക്കെ, അയൺ ഈസ് ആൻ എക്സാമ്പിൾ അല്ലെ. ഓക്കെ, ഇലക്ട്രിക് കറന്റ് പോകുന്ന പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പൊ ഈ കണ്ടക്ടറിലെ കൂടി യൂണിറ്റ് ടൈമിൽ ഒഴുകുന്ന ഇലക്ട്രിക് ചാർജിന്റെ ആ ഒരു ക്വാണ്ടിറ്റിയെ പറയുന്നതാണ് കറന്റ്. ഓക്കെ, നമുക്ക് ആ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ്? ഇഫ് എ ചാർജ് ക്യൂ ഫ്ലോസ്, ക്യൂ ചാർജ്, ഈ ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. എത്രയെങ്കിലും ആവട്ടെ, 5 കൂളോമോ അല്ലെങ്കിൽ 6 കൂളോമോ അങ്ങനെ എന്തെങ്കിലും ആവാം. 6 കൂളോമോ 7 കൂളോമോ അങ്ങനെ എന്തെങ്കിലും. പൊതുവായിട്ട് നമ്മൾ ക്യൂ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു അല്ലെ. അപ്പൊ ഇഫ് എ ചാർജ് ക്യൂ ഫ്ലോസ് ത്രൂ എ സർക്യൂട്ട്, ഒരു സർക്യൂട്ടിലേക്ക് കൂടി ചാർജ് ക്യൂ ഒഴുകുന്നുണ്ട്. ഇൻ എ ടൈം ടി അല്ലെ, ഒരു ടൈം ടി സെക്കൻഡിലാണ് ഒഴുകുന്നത്. 5 സെക്കൻഡോ 10 സെക്കൻഡോ അങ്ങനെ ഒരു ടി സെക്കൻഡിലാണ് ഒഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സെക്കൻഡിലുള്ള 1 സെക്കൻഡിലുള്ള ചാർജിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യൂ ചാർജ് എത്രയാണ്? ടി സെക്കൻഡിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിലുള്ള എങ്ങനെ കണ്ടുപിടിക്കാം? ക്യൂ ഡിവൈഡഡ് ബൈ ടി ചെയ്യണം. കണ്ടോ, ക്യൂ ഡിവൈഡഡ് ബൈ ടി ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു സെക്കൻഡിൽ അല്ലെ യൂണിറ്റ് ടൈമിൽ ഉള്ള ചാർജിന്റെ ആ ഒഴുക്കിനെ കിട്ടും. ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ. ഇതിനെ പറയുന്നതാണ് ഐ എന്ന്. ഓക്കെ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഐ എന്ന് വെച്ചാൽ കറന്റ്, ഐ എന്ന് വെച്ചാൽ കറന്റ്. ഓക്കെ, കറന്റ്, ഐ എന്ന് വെച്ചാൽ കറന്റ്. ക്യൂ എന്ന് വെച്ചാൽ ചാർജ് ആണ്, ടി എന്ന് വെച്ചാൽ അത് ടൈം ആണ്. അപ്പൊ ചാർജസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കറന്റ്, ഐ. ഓക്കെ, ഈ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് വെച്ചാൽ എന്താ? കറന്റ് എന്ന് വെച്ചാൽ ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്, അതിന്റെ ക്വാണ്ടിറ്റി അല്ലെ, അതല്ലേ ക്യൂ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം, യൂണിറ്റ് ടൈമിൽ നിന്നാണ്, അതായത് നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈ ലെറ്റർ ഐ എന്നതാണ് ഈ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ കറന്റിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ. ഇതിന്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? കറന്റിന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ക്യൂ ബൈ ടി ആണല്ലോ. അതായത് ചാർജ് ക്യൂവിന്റെ യൂണിറ്റ് കൂളോം ആണെന്ന് പറഞ്ഞു അല്ലെ. ക്യൂവിന്റെ യൂണിറ്റ് കൂളോം, അതായത് സി ആണ്. ഡിവൈഡ് ബൈ ടൈം ആണ് അടിയിൽ, അപ്പൊ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. കൂളോം പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതിനെ പറയുന്ന പുതിയൊരു പേരാണ് ആംബിയർ. ആംബിയർ എന്ന് പറയും. ഓക്കെ, അതിന്റെ സിമ്പൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എ. ആൻഡ്രി മാരി ആംബിയർ എന്ന ആ സയന്റിസ്റ്റിനോടുള്ള ആദരസൂചകമായിട്ടാണ്, ഓണർ ഓഫ് ദ സയന്റിസ്റ്റ്, ആദരസൂചകമായിട്ടാണ് ആംബിയർ എന്ന
ആ ഒരു യൂണിറ്റ് ഉണ്ടായത്. ഓക്കെ, ഇതിനേക്കാളും ചെറിയ യൂണിറ്റ് ആയ മില്ലി ആംബിയർ കണ്ടോ, MA അല്ലെ, ഈ ചെറിയ ലെറ്റർ M എന്താണ്, മില്ലി ആംബിയർ. ആൻഡ് മൈക്രോ ആംബിയർ കണ്ടോ, ഈ ലെറ്റർ മൈക്രോ എന്നതിനെ സൂചിപ്പിക്കുന്ന മ്യൂ എന്ന് വായിക്കാം. ഓക്കെ, മ്യൂ A, മൈക്രോ ആംബിയർ എന്നിവയും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് പറയാം 1000 മില്ലി ആംബിയേഴ്സ് ചേർന്നതാണ്, അല്ലെ, മില്ലി ആംബിയർ ചെറുതാണ്, അപ്പൊ അങ്ങനെയുള്ള 1000 മില്ലി ആംബിയർ ചേർന്നതാണ് 1 ആംബിയർ എന്ന യൂണിറ്റ്. അതേസമയം ഈ 1 മില്ലി ആംബിയർ എന്ന് പറയുന്നത്, അത് കണ്ടോ, 1 മില്ലി ആംബിയർ എന്ന് പറയുന്നത് 1000 മൈക്രോ ആംബിയർ ചേർന്നതാണ്. കണ്ടോ, 1000 മൈക്രോ ആംബിയർ ചേർന്നാൽ 1 മില്ലി ആംബിയർ കിട്ടും. 1000 മില്ലി ആംബിയർ ചേർന്നാൽ കണ്ടോ, 1000 മില്ലി ആംബിയർ ചേർന്നാൽ 1 ആംബിയറും കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, എത്ര മൈക്രോ ആംബിയർ ആണ് ഒരു ആംബിയർ എന്ന് കൂടി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ, ഈ 1000 മൾട്ടിപ്ലൈഡ് ബൈ 1000 ചെയ്താൽ മതി. അതായത് 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം വരും. അപ്പൊ 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം എഴുതണം. അത്രയും മൈക്രോ ആംബിയർ ആണ് 1 ആംബിയർ, അല്ലെ, 10 ലാക്ക് എന്ന് കിട്ടും. 10 ലാക്ക് മൈക്രോ ആംബിയർ ആണ് ഒരു ആംബിയർ എന്നും നമുക്ക് ഇവിടുന്ന് പറയാം. ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. 10 കൂളോം ചാർജ് ഒഴുകുന്നു ത്രൂ എ കണ്ടക്ടർ ഇൻ 5 സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട്, എന്താണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. Q തന്നിട്ടുണ്ട് 10 കൂളോം ആണ്, ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡ്സ് ആണ്. വാട്ട് ഈസ് ദ കറന്റ് എന്നാ പറഞ്ഞത്. അപ്പൊ കറന്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, കറന്റ് കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു ഇത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാ തന്നു, Q തന്നു 10 ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ ടൈം തന്നു 5 സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 10/5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 10/5 ചെയ്താൽ എത്ര കിട്ടും, അല്ലെ, 10ൽ എത്ര അഞ്ചുണ്ട്, 2 5, അല്ലെ, 2 മൾട്ടിപ്ലൈഡ് ബൈ 5 ആണല്ലോ 10, 2 കിട്ടും. എന്താണ്, 2 കിട്ടും. യൂണിറ്റ് എന്താണ്, കറന്റ് ആണല്ലോ, കറന്റിന്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ. അപ്പൊ 2 ആംബിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ കറന്റ് ഓഫ് 1.5 ആംബിയർ, എന്താണ് കറന്റ് തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. ഓക്കെ, 1.5 ആണ് I, 1.5 ആംബിയർ. ഓക്കെ, ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഫോർ 3 സെക്കൻഡ്. അപ്പൊ ടിയും കിട്ടി, എന്താണ് ടൈം T കിട്ടി, T. ഓക്കെ, 3 സെക്കൻഡ്. ഇത് എടുത്തെഴുതാം, I equal to 1.5 ആംബിയർ, T equal to 3 സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്, I is equal to, ഓക്കെ, I is equal to Q divided by T എന്നാണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് Q അല്ലേ കിട്ടേണ്ടത്. അങ്ങനെയാണ് Qവിനെ ഇവിടെ വെച്ചിട്ട് ടിയെ ഇപ്പുറത്തേക്ക് അയക്കാം. അങ്ങനെ ഉണ്ടാവും T മൾട്ടിപ്ലൈഡ് ബൈ I, അല്ലെ, ഇവിടെ ഡിവൈഡഡ് ബൈ T ആയിരുന്നു, ഇവിടെ പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ, അതായത് മുകളിൽ തന്നെ വരും. അതായത് TI is equal to Q, അല്ലെങ്കിൽ IT is equal to Q എന്ന് പറയാം, അല്ലെ, IT is equal to Q എന്ന് പറയാം, അല്ലെ. Q ആണ് ഇക്വേഷൻ കിട്ടിയത്, എന്താണ് IT. I നിങ്ങൾക്ക് അറിയാമല്ലോ, I എത്രയാണ്, I 1.5 ആണ് തന്നിട്ടുണ്ട്. T എന്ന് വെച്ചാൽ 3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 1.5 മൾട്ടിപ്ലൈഡ് ബൈ T ചെയ്താൽ എത്രയാണ്, 1.5 മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്യണം. 1.5 മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്യണം, അല്ലെ. T എന്ന് വെച്ചാൽ 3 സെക്കൻഡ്സ് ആണ്. ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 4.5 എന്ന് കിട്ടും. എന്താണ് 4.5. അപ്പൊ Q എത്രയാണ്, 4.5. എത്ര എഴുതിയാൽ മതിയോ, പോരാ, അതിന്റെ യൂണിറ്റും കൂടി എഴുതണം. എന്താണ് യൂണിറ്റ്, കൂളോം. 4.5 കൂളോം എന്ന് എഴുതിയാൽ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അല്ലെ. 15 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ 45. പക്ഷെ ഇവിടെ 5 കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിൽ 5 കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. അപ്പൊ 4.5 എന്ന് കിട്ടും. ഓക്കെ, ഇമ്പോർട്ടന്റ് അടുത്ത ടോപ്പിക് ശ്രദ്ധിച്ചോളൂ. ഇലക്ട്രിക് കറന്റ് ത്രൂ എ കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കറന്റ് ത്രൂ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലൂടെയുള്ള, എന്ത് കണ്ടക്ടർ ആണ്, ഓക്കെ, കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താണ്, അതായത് കറന്റിന് ഫ്ലോ ചെയ്യാൻ കഴിയുന്ന വസ്തുക്കൾ എന്ന് പറയാം, അല്ലെ. പ്ലാസ്റ്റിക് ഒന്നും ഒരു കണ്ടക്ടർ അല്ല, അല്ലെ. ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ളത് ബസ് കണ്ടക്ടർ ആയിരിക്കും, പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ മറ്റൊരു കണ്ടക്ടർ ആണ്, അല്ലെ, പുതിയ ടേം കണ്ടക്ടർ. നിങ്ങൾക്ക് പരിചയമുള്ള ടേം തന്നെയായിരിക്കും, അല്ലെ, മുൻപൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കണ്ടക്ടർ, ചാലകങ്ങൾ എന്ന് പറയാം. ഓക്കെ, ഇവിടെ കണ്ടോ, ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാല് അതില്, ഓക്കെ, ഫിസിക്സിലെ കണ്ടക്ടർ ആണ്. ഓക്കെ, ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ടുണ്ടാവും, ഒഴുകാൻ തയ്യാറായിട്ടുള്ള ഇലക്ട്രോൺസ്. ഓക്കെ, there are many free electrons in a conductor. When a conductor is connected to a source of EMF, അല്ലെ, സോഴ്സ് ഓഫ് EMF ഒരു സെല്ലുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെല്ലിന്റെ പ്രതീകമാണ്, നിങ്ങൾ പിന്നീട് പഠിക്കും. ഇതിൽ ചെറിയ വര നെഗറ്റീവിനെയും വലിയ വര പോസിറ്റീവിനെയും സൂചിപ്പിക്കുന്നു. ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. വലിയ വരയ്ക്ക് ഒരു ചെറിയ, അല്ലെ, അതായത് നെഗറ്റീവിന് ഒരു വരയല്ലേ,
ആ വരയാണ് ഇവിടെ വെച്ചതെന്ന് വിചാരിച്ചു. ഓക്കെ, പോസിറ്റീവിൽ 2 വരയുണ്ടല്ലോ, ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും. അപ്പൊ അതിനെ മേലെ മേലെ വെച്ച് നമുക്ക് എന്താ വലിയൊരു വര കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. വലിയ വര പോസിറ്റീവ് ആണ്, ചെറിയ വര നെഗറ്റീവ് ആണ്. ഓക്കെ, ആസ് ഷോൺ ഇൻ ഫിഗർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു കണ്ടക്ടർ ആണ്, സ്വാഭാവികമായിട്ട് ഇതിലെ കൂടെ കറന്റ് ഒഴുകാൻ കഴിയും. അങ്ങനെ എന്താണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇത് ബൾബിന്റെ സിമ്പിൾ ആണ്. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് 2 സിമ്പിൾ കൂടെ നിങ്ങൾക്ക് പഠിക്കും. ഓക്കെ, ഇതും ഒരു ബൾബിന്റെ സിമ്പിൾ ആണ്. ഇത് ബൾബ് എന്നാണ് അർത്ഥം. ബൾബ് പ്രകാശിക്കും അല്ലെ, ബൾബ് ലൈറ്റ്സ്. സോഴ്സ് ഓഫ് EMF ആയിട്ട് കണക്ട് ചെയ്തിട്ട് ദ ഇലക്ട്രോൺസ് അറ്റ് ദ എൻഡ് A of the conductor, A of the conductor experience a force. ഇവിടെ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ചാർജസ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ വന്ന് നിൽക്കും അല്ലെ. ഇവിടെ കണക്ട് ചെയ്തിട്ട് A എന്ന ഭാഗം അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജസ് വന്ന് നിൽക്കും. അതേസമയം ഇതിലുള്ള ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണല്ലോ. ഈ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് ഒഴുകാൻ കഴിയും. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ട്, കണ്ടോ, സെല്ലിന് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരേ ചാർജുകൾ തമ്മിൽ അത്ര ഇഷ്ടത്തിലല്ല അല്ലെ, ഇവ എന്താണ് വികസിക്കും. അതായത് ഇവിടെ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എന്താകണം, അതിനടുത്തേക്ക് പോകാനല്ല, അതിൽ നിന്ന് അകന്നു പോകാനായിരിക്കും താല്പര്യം. അപ്പൊ ഈ ഇലക്ട്രോൺസിന് ഈ ഒരു ഡയറക്ഷനിൽ എന്താണ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്താണ് ദ ഇലക്ട്രോൺസ് at the end A of the conductor experience a force എന്നാണ്. ഇവിടെയുള്ള ഇലക്ട്രോൺസിന് ഒരു ഫോഴ്സ് ഉണ്ടാകും, ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടാകും. അതേസമയം at the same time എന്നാണ് പറയുന്നത്, the electrons at the end B of the conductor will also experience the same force. ഇവിടെ ഇലക്ട്രോൺസ് ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതേ സമയത്ത് ഈ ബി എന്ന എൻഡിലുള്ള ഇലക്ട്രോൺസിനും ഈ ഒരു ഡയറക്ഷനിൽ തന്നെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഒരേ സമയത്താണ് കേട്ടോ. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു തള്ളൽ കിട്ടുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസിന് ഈ ഒരു ഡയറക്ഷനിൽ ഇതിനും തള്ളൽ കിട്ടുന്നുണ്ട്, ഒരു പുഷ് കിട്ടുന്നുണ്ട്. ഓക്കെ, വിൽ ഓൾസോ എക്സ്പീരിയൻസ് ദ സെയിം ഫോഴ്സ് എന്നാണ്. ഇവിടെയുള്ള ഒരു തള്ളൽ കിട്ടുമ്പോൾ ഇവിടെയും അതേ ഒരു തള്ളൽ കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഇലക്ട്രോൺസിനും. ഹെൻസ് ആൻ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എൻറ്ററിംഗ് ദ കണ്ടക്ടർ ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സോഴ്സ് സൈമൾട്ടേനിയസ്ലി റിട്ടേൺ ത്രൂ ദ അതർ എൻഡ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് റീച്ച് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സോഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ കണ്ടക്ടറിലേക്ക് ഒരു നിശ്ചിത എണ്ണം ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നുണ്ട് വിചാരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ തള്ളിൽ ഇവിടെ കിട്ടി ഇവിടുത്തെ കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും, കുറച്ച് ഇലക്ട്രോൺസ് ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലേക്കും പോകും. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഇവിടുന്ന് എത്ര ഇലക്ട്രോൺസ് ആണോ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്, നെഗറ്റീവ് ചാർജസ് എന്ന ഇലക്ട്രോൺസിന്റെ ചാർജ് ആണല്ലോ. അപ്പൊ ഇവിടുന്ന് ഇലക്ട്രോൺസ് എത്ര എണ്ണമാണോ പ്രവേശിക്കുന്നത് അത്ര ഇലക്ട്രോൺസ് ഇവിടെ എന്താണെന്ന് ഈ ഒരു ഡയറക്ഷനിൽ ഇതിനുള്ളിൽ കൂടെ ഒഴുകി, എന്നിട്ട് ഇതിലേക്കൂടെ ഒഴുകിയിട്ട് ഇതിലേക്കൂടെ വന്നിട്ട് ഈ ബൾബിനുള്ളിലേക്കൂടെ പോയിട്ട് ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തും. അല്ലെങ്കിൽ ഇങ്ങനെ ഇലക്ട്രോൺസ് ഈ ഒരു ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഇതിനകത്തേക്കൂടെ ഫ്ലോ ചെയ്യുന്നതാണ് ചിത്രീകരിച്ചത് അല്ലെ. സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് എന്താണ് ഇവിടെ എത്തുകയും ചെയ്യും. റിട്ടേൺ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ആ തള്ളൽ എന്തായി, ഇവിടെ തള്ളൽ കിട്ടി, ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇവിടുത്തെ തള്ളൽ കിട്ടി, അങ്ങനെ എന്താണ് ഒരു തള്ളി 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 പോയി എന്ന് പറയാം അല്ലെ. ഇപ്പൊ എന്താ ഈ ഒരു ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് സർക്കുലേറ്റ് ചെയ്യും ഇതിലേക്ക് കൂടി. ഹെൻസ് ആൻ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എൻറ്ററിംഗ് ദ കണ്ടക്ടർ, ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കണ്ടക്ടറിന് ഈക്വൽ ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്താണ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ആ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് വന്ന ഇലക്ട്രോൺസിന് തുല്യമായ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സൈമൾട്ടേനിയസ്ലി അതേ സമയത്ത് റിട്ടേൺ ത്രൂ ദ അതർ എൻഡ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് റീച്ച് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സോഴ്സ് എന്നാണ്. മനസ്സിലായല്ലോ? ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ച് ബാക്ക് എടുത്ത് ഒന്നുകൂടെ കേട്ടു നോക്കും. This is why devices operate immediately after the switch is turned on. സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ എന്തുകൊണ്ടാണ് ഡിവൈസസ് ബൾബൊക്കെ പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് കാരണം. ഇവിടുന്ന് എത്രയാണോ ഇലക്ട്രോൺസ് കയറുന്ന അതേ സമയത്ത് ഇതിലേക്ക് കൂടി തിരിച്ചെത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇവിടം വരെ ഒഴുകി ഇതേ ഇലക്ട്രോൺസ് തന്നെ വരണം നിർബന്ധമില്ല. ഇവിടുന്ന് ഒരു തള്ളൽ കിട്ടുമ്പോൾ തന്നെ ഇവിടുത്തെ ഇലക്ട്രോൺസിന് ഇങ്ങോട്ടൊരു തള്ളൽ കിട്ടി, ഇവിടുത്തെ ഇലക്ട്രോൺസ് ഈ ഒരു ഡയറക്ഷൻ തള്ളൽ കിട്ടി, അങ്ങനെ ആ സർക്യൂട്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ ബൾബൊക്കെ പ്രകാശിക്കുന്നത്. ഇൻസുലേറ്റേഴ്സ് കണ്ടെയ്ൻ എ ഫ്യൂ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അതിൽ ഫ്രീ ഇലക്ട്രോൺസ് കുറവായത് കൊണ്ട് ഇൻസുലേറ്ററിലെ കൂടി വൈദ്യുതി കടന്നു പോകുന്നില്ല. ഓക്കെ, എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് കുറവാണ്. വെൻ കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ, ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കാണ്, ഞാൻ അത് പറയും. ഓക്കെ, when current flows through a conductor, electrons flow from the negative terminal to the positive terminal. എന്താണ് ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ ആണ് ഞാൻ വരച്ചത്. ഈ ഒരു ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്.
അല്ലെ? കാരണം നെഗറ്റീവ് ഭാഗത്താണല്ലോ ഇലക്ട്രോൺസിന്റെ ചാർജ് അല്ലേ? അപ്പൊ ഇലക്ട്രോൺസ് കൂടുതലായിട്ടുള്ള നെഗറ്റീവ് ഭാഗത്ത്, അതുകൊണ്ട് ഒഴുകിയിട്ട് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തി. എന്നാൽ however the direction of electric current is considered to be from positive to negative. അതായത് ഇലക്ട്രോൺസിന്റെ ഒഴുക്ക് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിലും നമ്മൾ കറന്റിന്റെ ഒഴുക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കാറ്. ഓക്കെ, അങ്ങനെയാണ് പണ്ട് മുതലേ പരിഗണിക്കാറ് അല്ലെ? അങ്ങനെയാണ് സംഭവം. ഇവിടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് വന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് പറഞ്ഞത്. എന്തിന്? കറന്റിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കറന്റിന്റെ ഫ്ലോ പറയാറ്. It's impractical to find the intensity of electric current in commonly used circuits using the quantity of charge and time by applying a mathematical equation. എന്ന് വെച്ചാൽ നമ്മൾ കോമൺലി സാധാരണയായിട്ട് ഈ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഒക്കെ, ഈ കറന്റ് എന്നത്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് ഇനി എന്താണ് ഇമ്പോർട്ടന്റ്? ദ കറന്റ് ഇൻ എ സർക്യൂട്ട് ഈസ് മെഷേർഡ് യൂസിങ് എ ഡിവൈസ് കോൾഡ് അമ്മീറ്റർ. അമ്മീറ്റർ എന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് ആണ് നമ്മൾ സാധാരണ ഒരു സർക്യൂട്ടിലെ അല്ലെങ്കിൽ ഒരു ഡിവൈസിലെ ഒരു സർക്യൂട്ടിലെ കറന്റ് മെഷർ ചെയ്യുന്നത്. എന്താണ്? ദ കറന്റ് ഇൻ എ സർക്യൂട്ട്, ഒരു സർക്യൂട്ടിലെ കറന്റ് ഈസ് മെഷേർഡ്, അതായത് അത് കണ്ടുപിടിക്കുന്നു യൂസിങ് ദ ഡിവൈസ് കോൾഡ് അമ്മീറ്റർ. അമ്മീറ്റർ എന്ന ഡിവൈസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. If an ammeter is connected in an electric circuit shows a reading of 1 ampere, 1 ampere current ammeter കാണിക്കുന്നുണ്ടെങ്കിൽ what is the charge flowing through the ammeter in 1 second? ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒഴുകുന്നുണ്ട്? നമ്മൾ ഇക്വേഷൻ എന്താണ്? I is equal to Q divided by T ആണ്. ഇവിടെ Q ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? Q എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? Q divided by T ആണ്. അങ്ങനെയാണെങ്കിൽ Q കണ്ടുപിടിക്കണമെങ്കിൽ എന്താക്കണം? ഈ ടി എ ഇപ്പുറത്തേക്ക് ഇടാം. അപ്പൊ ഐ ടി കിട്ടണം. അതായത് കറന്റ് മൾട്ടിപ്ലൈ ബൈ ടൈം ചെയ്യണം. കറന്റ് എത്രയാണ്? 1 അല്ലേ? മൾട്ടിപ്ലൈ ബൈ ടൈം എത്രയാണ്? 1 അല്ലേ? അപ്പൊ 1 മൾട്ടിപ്ലൈ ബൈ 1 ചെയ്താൽ എത്ര കിട്ടും? 1 യൂണിറ്റ് എന്താണ്? കൂളോം. ചാർജ് അല്ലേ? അപ്പൊ കൂളോം. ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചു നോക്കാം. ഒരു സർക്യൂട്ട് അറേഞ്ച്മെന്റ് അത് വരച്ചിട്ടുണ്ട് ഇവിടെ. ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ ഓക്കെ, എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്? ആൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അറേഞ്ച്മെന്റ് ദാറ്റ് കണക്ട്സ് എ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി വിത്ത് എ ഡിവൈസ് സോ ദാറ്റ് കറന്റ് ക്യാൻ ഫ്ലോ ത്രൂ ഇറ്റ്. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? അതൊരു അറേഞ്ച്മെന്റ് ആണ്. എന്തിനൊക്കെ കണക്ട് ചെയ്യുന്നത്? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് ഒരു സെല്ല് അല്ലെങ്കിൽ അത്തരം സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും വിത്ത് എ ഡിവൈസ്, മറ്റു ഉപകരണങ്ങളും തമ്മിൽ അതിലെ കൂടി കറന്റ് ഒഴുകുന്ന രീതിയിൽ കണക്ട് ചെയ്യുന്നതാണ് സർക്യൂട്ട്. ഓക്കെ, എ സർക്യൂട്ട് ഡയഗ്രാം ഈസ് ഷോൺ യൂസിങ് ദ സിംബിൾസ് ഓഫ് ദ കോമ്പോണൻസ്. ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ബൾബിനെയും അമ്മീറ്ററിനൊക്കെ അതേപോലെ വരക്കാൻ നിന്നാൽ കണ്ടോ, ഇങ്ങനെയൊക്കെ വരക്കാവുന്ന പണിയാണ്. അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് സിംബിൾസ് ഉപയോഗിക്കും. ആ സിംബിൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം. സെല്ലിനെ നമ്മൾ ഇങ്ങനെ ഒരു സിംബൽ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെന്താണ്? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ്. ഇത് നെഗറ്റീവ് ടെർമിനൽ. ഇങ്ങനെ സെല്ലിന് സിംബൽ. ഓക്കെ, ബാറ്ററി എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിലധികം സെൽസ് കണക്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിംബലാണ് ഉപയോഗിക്കാറ്, ഒന്നിലധികം സെൽസ് ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ. സ്വിച്ച് എന്നത് ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. സ്വിച്ച് ഓഫ് കണ്ടോ, ഇങ്ങനെ സൂചിപ്പിക്കും. ഇവിടെ കണക്ഷൻ ഇല്ല, സ്വിച്ച് ഓഫ് ആണ്. ഇതിലെ കൂടെ കറന്റ് ഒഴുകുന്നില്ല. കീ എന്ന് വെച്ചാൽ സ്വിച്ചിന്റെ അതേ ഒരു വർക്ക് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ തമ്മിൽ കണക്ഷൻ ഇല്ല. ഓക്കെ, ഈ ഭാഗവും ഈ ഭാഗവും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പൊ സ്വിച്ച് ഓഫ് ആയ ചിത്രമാണിത്. സ്വിച്ച് ഓൺ അല്ലെങ്കിൽ കീ ഓണിന്റെ ചിത്രമാണ് കാണിച്ചത്. ഇവിടെ കണ്ടോ കണക്ഷൻ വന്നു. സ്വിച്ച് ഓൺ, കീ ഓൺ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവ തമ്മിൽ കണക്ഷൻ ഇല്ല പറഞ്ഞു. ഇതിന്റെ നടുവിൽ ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ വെച്ചാൽ ഇവ തമ്മിൽ കണക്ഷൻ ആയല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇതിനിടയിൽ വച്ചിട്ടുണ്ട് എന്നതിനെയാണ് ഈ ഒരു ഡോട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ബൾബിനെ നമ്മൾ ഈ ഒരു സിംബൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈ ഒരു സിംബൽ ഉപയോഗിക്കും അല്ലെ? കുറച്ചു നേരത്തെ ഇങ്ങനെ ഒരു സിംബലും പഠിച്ചിരുന്നു അല്ലെ? ഇങ്ങനെ ഒരു സിംബലും ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് LED എന്ന് പറഞ്ഞാൽ LED സൂചിപ്പിക്കുന്ന സിംബൽ ഇതാണ്. ഓക്കെ, കണ്ടോ, പുറത്തേക്ക് ആരോ, ലൈറ്റ് പുറത്തേക്ക് പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ. വോൾട്ട് മീറ്റർ ഇങ്ങനെയാണ്, ഒരു സർക്കിൾ വെച്ച് നടുവിൽ, ഒരു സർക്കിളിന്റെ നടുവിൽ V. അമ്മീറ്റർ വരക്കുന്നത് ഒരു സർക്കിൾ വെച്ച് നടുവിൽ A. അമ്മീറ്റർ എന്നാൽ കറന്റ് മെഷർ ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ കണ്ടോ ഈ സർക്യൂട്ട് ഡയഗ്രാം കണ്ടോളൂ. കണ്ടോ ബൾബിന് പകരം ഇങ്ങനെ ഒരു സിമ്പിൾ വരച്ചു. സ്വിച്ചിന് പകരം കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ വരച്ചു. ബാറ്ററിക്ക് പകരം ഇങ്ങനെ സിമ്പിൾ വരച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. ഇതിലെ ഏതെങ്കിലും 3 കോമ്പോണൻസിന്റെ യൂസ് ഒന്ന് പറയാം. ബൾബ് എന്താണ്? ബൾബ് എന്ന് വെച്ചാൽ ഇറ്റ് എമിറ്റ്സ് ലൈറ്റ് എനർജി എന്ന് പറയാം അല്ലെ, അതാണ് അതിന്റെ യൂസ്. ഇറ്റ് എമിറ്റ്സ് ലൈറ്റ്. ബൾബ് എമിറ്റ്സ് ലൈറ്റ് പുറപ്പെടുവിക്കാൻ. സ്വിച്ച് എന്ന് വെച്ചാൽ എന്താണ്? ടു പെർമിറ്റ് ഓർ ഡിസഗ്രി, ഇങ്ങനെ പറഞ്ഞാൽ മതി. ടു പെർമിറ്റ് ഓർ ബ്ലോക്ക് ദ ഇലക്ട്രിക് കറന്റ് ഇൻ സർക്യൂട്ട്. ടു പെർമിറ്റ് എന്ന് വെച്ചാൽ അതിലെ കൂടെ സമ്മതിക്കുക അല്ലെ, ഓർ ബ്ലോക്ക് അല്ലെങ്കിൽ സമ്മതിക്കാതിരിക്കുക, ബ്ലോക്ക് ചെയ്യുക ഇലക്ട്രിക് കറന്റ് ത്രൂ എ സർക്യൂട്ട്. സർക്യൂട്ടിലെ കൂടി കറന്റിനെ സമ്മതിക്കണോ അല്ലെങ്കിൽ ഒഴുകാൻ സമ്മതിക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് നിയന്ത്രിക്കുന്ന ഒരു ഉപകരണമാണ് സ്വിച്ച്. ബാറ്ററി അല്ലെങ്കിൽ സെൽ എന്നൊക്കെ വെച്ചാൽ എന്താണ്? ടു പ്രൊവൈഡ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മതി അല്ലെ. ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു ടോർച്ച് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് സ്വിച്ച് ബൾബ് ഒക്കെ ഉപയോഗിച്ചിട്ട് ടോർച്ച് കൺസ്ട്രക്ട് ചെയ്യും. അടുത്ത കണ്ടോളൂ. ഈ സർക്യൂട്ട് ഒബ്സർവ് ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് ടാബുലേറ്റ് ദ സിംബൽസ് ഓഫ് ദ അമ്മീറ്റർ ആൻഡ് വോൾട്ടിമീറ്റർ. അതായത് ആൻഡ് ദെയർ യൂസസ്, അമ്മീറ്ററിന്റെയും വോൾട്ടിമീറ്ററിന്റെയും പ്രത്യേകത, അവയുടെ സിംബൽസ് ഒക്കെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹൗ ദേ ആർ കണക്റ്റഡ്, അമ്മീറ്ററും വോൾട്ടിമീറ്ററും ഒക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തത്. ഇവിടെ കണ്ടോ ഇത് ബൾബല്ലേ, ഇത് ബൾബല്ലേ. അപ്പൊ ഡിവൈസിന് കണ്ടോ ഈ കണക്ഷൻ ഈ ഒരു രീതിയിൽ പോകുന്നുണ്ട്, ഈ ഒരു രീതിയിൽ കണക്ഷൻ പോകുന്നുണ്ട്. അപ്പൊ ഇതിനിടയിലല്ലല്ലോ വോൾട്ടിമീറ്റർ കൊടുത്തിട്ടില്ല, ഇതിന് പാരലൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനിടയിലല്ല, പകരം പാരലൽ ആയിട്ടാണ് വോൾട്ടിമീറ്റർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അമ്മീറ്റർ ആണെങ്കിലോ, അമ്മീറ്റർ ഇതിനിടയിൽ തന്നെയാണ്, ഈ സർക്യൂട്ടിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ്? സീരീസ് ആയിട്ട് അല്ലെ, സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി കണ്ടോളൂ, ഇത് സെല്ലിന് നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ വോൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അമ്മീറ്റർ നോക്കിയാലോ, അമ്മീറ്റർ അതേപോലെ തന്നെയാണ്. അമ്മീറ്ററിന്റെ പോസിറ്റീവ് കണ്ടോ ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അമ്മീറ്ററിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് അടുത്ത ടേബിളിൽ കാണാൻ കഴിയുന്നത്. കണ്ടോ സിംബൽ വോൾട്ടിമീറ്റർ, അമ്മീറ്റർ. വോൾട്ടിമീറ്റർ എന്താണ്? ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനാണ്. അമ്മീറ്റർ എന്ന് വെച്ചാൽ ടു മെഷർ ദ കറന്റ്. വോൾട്ടിമീറ്റർ പാരലൽ ആയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻ പാരലൽ ടു ദ ഡിവൈസ്. അമ്മീറ്ററോ ഇൻ സീരീസ് ടു ദ ഡിവൈസ്, സീരീസ് ആയിട്ട്. അമ്മീറ്റർ തന്നിട്ടുണ്ട് എന്താണ്? ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ലിന്റെ പോസിറ്റീവ് ആയിട്ട്. ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ടെർമിനൽ ടു ദ നെഗറ്റീവ് അല്ലെ, പോസിറ്റീവ് ആയിട്ടും പിന്നെ അമ്മീറ്ററിന്റെ നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്ത്. അതേപോലെ തന്നെ വോൾട്ടിമീറ്ററിലും ഇവിടെ എന്താണ്? അമ്മീറ്റർ എന്നതിന് പകരം വോൾട്ടിമീറ്റർ എന്ന് എഴുതിയെന്നേ ഉള്ളൂ. വോൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിന്റെ പോസിറ്റീവ് ആയിട്ടും വോൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യണം. നിങ്ങൾ haven't you understood that what potential difference and current are? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചിട്ട് പഠിച്ചു, കറന്റിനെ കുറിച്ച് പഠിച്ചു. ഇനി എന്താണ്? ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ്. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറന്റ്? അതായത് കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആ റിലേഷൻ ആണ് ഓംസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ഇക്വേഷൻ ആണ് ഓംസ് ലോ എന്ന് വെച്ചാൽ. ഓംസ് ലോ എന്ന് വെച്ചാൽ V ഈസ് ഈക്വൽ ടു IR എന്നൊരു ഇക്വേഷൻ, അല്ലെങ്കിൽ R ഈസ് ഈക്വൽ ടു V ബൈ I എന്നൊക്കെ പറയും. ഓക്കെ, സിമ്പിൾ ആയ ഇക്വേഷൻ എളുപ്പത്തിൽ പഠിക്കാം, പറഞ്ഞുതരാം. കൺസ്ട്രക്ട് എ സർക്യൂട്ട് യൂസിങ് 2 ടോർച്ച് സെൽസ്, ആൻ അമ്മീറ്റർ, എ റെസിസ്റ്റർ. റെസിസ്റ്റർ എന്ന് വെച്ചാൽ ആ സർക്യൂട്ടിൽ നിശ്ചിത റെസിസ്റ്റൻസ് ഉണ്ടാക്കുക എന്നൊരു പരിപാടിയാണ്. അത് പറയൂ കേട്ടോ, അടുത്ത ടോപ്പിക്സിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതായത് ഇതിലെ കൂടി കറന്റ് ഒഴുകുമ്പോൾ അതിനൊരു തടസ്സം സൃഷ്ടിക്കുകയാണ്. ആ കറന്റിന്റെ ആ ഒഴുക്കിനെ കുറച്ച് തടസ്സപ്പെടുത്തുകയാണ് ഇത് ചെയ്യുന്നത്, ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു. ഓക്കെ, ആൻഡ് സ്വിച്ച് ഒക്കെ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറന്റ് ത്രൂ ദ സർക്യൂട്ട് ആൻഡ് ടാബ്ലറ്റ് എന്നാണ്. ഇതിലെ കൂടിയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കറന്റും ഇവ ഉപയോഗിച്ച് മെഷർ ചെയ്തിട്ട് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് സെൽസ്, ഈ സെൽസിന്റെ എണ്ണം കൂട്ടിയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 2 സെൽസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ 2 സെൽസ് കൊടുത്താൽ
സ്വാഭാവികമായിട്ട് വോൾട്ടേജ് എത്രയാണ്? ഒരു സെല്ലിന് സാധാരണ പെൻ ടോർച്ച് ബാറ്ററിക്കൊക്കെ 1.5 വോൾട്ട് ആണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എന്താണ് 3 വോൾട്ട് കിട്ടും. 1.5 പ്ലസ് 1.5 അല്ലെ, രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ എന്താണ് 1.5 പ്ലസ് 1.5 അതായത് 2 × 1.5 3 കിട്ടും, 3 വോൾട്ട്. കറന്റ് ഒരു 1 ആംപിയർ ആണ് കിട്ടിയതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, എക്സാമ്പിൾ ആണിത്, എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വി ഡിവൈഡഡ് ബൈ ഐ ചെയ്യാം. ഓക്കെ, വി വോൾട്ടേജ് ഡിവൈഡ് ബൈ ഐ കറന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട്, അതാണ് വി കൊടുത്തത് ഇവിടെ. കറന്റിന്റെ യൂണിറ്റ് ആംപിയർ, അതാണ് എ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വി ഡിവൈഡ് ബൈ ഐ ചെയ്താൽ 3 ഡിവൈഡ് ബൈ 1 എത്രയാണ്? 3 എത്ര 1 ഉണ്ട്? 3 തന്നെ അല്ലെ? അപ്പൊ 3 കിട്ടും. ഇവിടെ നമ്മൾ സെൽസ് എണ്ണം കൂട്ടി, 3 സെൽസ് ഉപയോഗിച്ച് എത്രയാവും? 1.5 പ്ലസ് 1.5 പ്ലസ് 1.5. അപ്പൊ 3 മൾട്ടിപ്ലൈ ബൈ 1.5 അല്ലെ, 3 പ്രാവശ്യം 3, അപ്പൊ എത്രയായി? 4.5 കിട്ടും. ഓക്കെ, അപ്പോൾ ഉള്ള കറന്റ് 1.5 ആംപിയർ ആണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ നമുക്ക് വീണ്ടും വി ബൈ ഐ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 4.5 ഡിവൈഡ് ബൈ 1.5 ചെയ്താൽ 3 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, 3 എന്ന് ഉത്തരം കിട്ടും അല്ലെ? 45 ഡിവൈഡ് ബൈ 15 എത്രയാണ്? പോയിന്റ് ഒന്നും ഇല്ലാതെ ഹരിച്ചു നോക്കാം. 45 ഡിവൈഡ് ബൈ 15 എത്രയാണ്? ചെയ്തു നോക്കിയാൽ കിട്ടും 3. ഓക്കെ, ഇവിടെ എന്താണ്? രണ്ടിനും മുകളിലും താഴെയും ഓരോ പോയിന്റ് അധികം വന്നിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. ഓക്കെ, 4 സെൽസ് ഉപയോഗിച്ചാലോ? 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 6 കിട്ടും അല്ലെ? അല്ലെങ്കിൽ 4 മൾട്ടിപ്ലൈ ബൈ 1.5 6 കിട്ടും. അപ്പോൾ ഉള്ള കറന്റ് 2 ആംപിയർ ആണ് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഇവിടെ വീണ്ടും നമുക്ക് വി ബൈ ഐ കണ്ടുപിടിക്കാം. 6 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 3 അല്ലെ? 6 2 ഉണ്ട് 3 അല്ലേ? 3. ഇവിടെ കണ്ടോളൂ, ഇവിടെ ഈ ഒരു റേഷ്യോ എടുത്തപ്പോൾ സെൽസിന്റെ എണ്ണം മാറ്റി നോക്കി, വോൾട്ടേജ് മാറി, കറന്റ് മാറി. എന്നാലും ഒരു സർക്യൂട്ടിൽ ഈ വി ഡിവൈഡഡ് ബൈ കറന്റ് ഐ എന്നൊരു റേഷ്യോ എടുത്തപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് ഒരേപോലുള്ള വാല്യൂസ് ആണ്, ഒരേ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് സർക്യൂട്ടിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇതിന്റെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ഇംഗ്ലീഷ് എന്താണ്? റെസിസ്റ്റൻസ്. മലയാളത്തിൽ പറയും പ്രതിരോധം എന്ന് പറയും. വി ബൈ എന്ന് വെച്ചാൽ അത് ആർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. ഇത് തന്നെയാണ് ഓംസ് ലോ. ഓക്കെ, കണ്ടോളൂ, വാട്ട് ചേഞ്ച് ഇൻ വോൾട്ട്മീറ്റർ റീഡിംഗ് അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്താണ് സംഭവിക്കുന്നത്? നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസസ്. സെൽസിന്റെ നമ്പർ കൂട്ടിയപ്പോ കണ്ടോ, സെൽസിന്റെ നമ്പർ കൂട്ടിയപ്പോ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് സംഭവിക്കുന്നത്? അതും കൂടുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ ചെയ്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടുന്നു, ഇൻക്രീസസ്. ഓക്കെ, കൂടുന്നു. ഇങ്ങനെ സിമ്പിള് കൂടുന്നു എന്ന സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ഇൻക്രീസസ് എന്ന് തന്നെ എഴുതിയാൽ മതി. അതായത് നമ്പർ ഓഫ് സെൽസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി കറന്റ് എന്ത് സംഭവിക്കും? വാട്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഒബ്സർവ്ഡ് വെൻ ദ കറന്റ് ഇൻക്രീസസ് എന്നാണ്. അതായത് കറന്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്താണ് കാണാൻ കഴിയുന്നത്? ഓക്കെ, ഇവിടെ കണ്ടോ, കറന്റ് കൂടുന്നുണ്ട്, ഇവിടെ കറന്റ് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് തന്നെയാണ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? കറന്റ് കൂടുമ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നു എന്ന് പറയാം. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നു എന്ന ആൻസർ കിട്ടും. എന്നാൽ ഈസ് ഇൻ ദ വാല്യൂ ഓഫ് വി ബൈ ഐ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. വി ബൈ ഐ എന്ന വാല്യൂ ചെയ്താൽ അത് ഏകദേശം ഈക്വൽ അല്ലേ എന്നാണ് പറഞ്ഞത് അല്ലെ? അതെ. ഓക്കെ, വി ബൈ ഐ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. യെസ്, is understood that as the current increases potential difference also increases. കറന്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടുന്നു. എന്നാൽ വി ബൈ ഐ എന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറയും. ഓക്കെ, വി ബൈ ഐ എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് കിട്ടും. കറന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇൻക്രീസ് ചെയ്യുന്നു അറിയാം, പക്ഷെ എന്നാലും വി ബൈ ഐ കോൺസ്റ്റന്റ് ആണ്. അതായത് നമുക്ക് എന്താ പറയാം? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പറയുന്നത് എന്താണ്? കറന്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നു. ഈ ഇങ്ങനൊരു സിമ്പിൾ കൊടുത്താൽ അതിനർത്ഥം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പുറം ഭാഗത്തുള്ളത് കൂടുകയാണെങ്കിൽ ഇതിന് ഇപ്പുറം ഭാഗത്തുള്ളതും കൂടും. അതായത് കറന്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടും. ഇനി ഇപ്പുറം ഉള്ളത് കുറയുകയാണെങ്കിൽ അതിന് ഇപ്പുറം ഉള്ളതും കുറയും. ഓക്കെ, ഇതിനെ തന്നെ തിരിച്ചിട്ട് നമ്മൾ ആദ്യം വിയും പിന്നെ ഐയും എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്നാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ചത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സിമ്പൽ മാറ്റിയിട്ട് എനിക്ക് എന്താക്കാം? ഈക്വൽ ടു എ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് ബൈ എന്ന് എഴുതാം. വി ഇവിടെ തന്നെയുണ്ട്, ഐ ഇവിടെ തന്നെയുണ്ട്,
ഇതിന് പകരം എന്ത് ചെയ്തു? ഈക്വൽ ടു എ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ബൈ ഐ എന്ന് എഴുതാം. അല്ലെങ്കിൽ വി ഡിവൈഡ് ബൈ ഐ എന്ന് വെച്ചാൽ എ കോൺസ്റ്റന്റ് എഴുതാം. അത് പറഞ്ഞ കാര്യം തന്നെ, വി ബൈ ഐ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ വി ബൈ ഐ എന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന്. ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്. ദിസ് കോൺസ്റ്റന്റ് വിൽ ബി ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ആ സർക്യൂട്ടിലെ പ്രതിരോധം റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്. അതിന്റെ സിമ്പൽ ആർ എന്നാണ്. ആർ ഈക്വൽ ടു വി ബൈ ഐ എന്നാണ്. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു ഓപ്പോസ് ദ ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ഇറ്റ്. ഒരു കണ്ടക്ടറിലെ കൂടി ഫ്ലോ ഓഫ് കറന്റിനെ ഓപ്പോസ് ചെയ്യുന്ന, എതിർക്കുന്ന ഒരു സ്വഭാവമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. The relation between potential difference and current in a circuit was formulated by scientist George Simon Ohm. ഈ സയന്റിസ്റ്റ് ആണ് ഈ റിലേഷൻ കണ്ടുപിടിച്ചത്. റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറന്റ് ഇൻ എ സർക്യൂട്ട് കണ്ടുപിടിച്ചത്. അതിനെ പറയുന്നതാണ് ഓംസ് ലോ. He realized that the resistance in a circuit, ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ varies as temperature varies. നമ്മൾ ഒരേപോലെ കിട്ടും എന്ന് പറഞ്ഞു റെസിസ്റ്റൻസ് അല്ലെ. പക്ഷെ എന്നാലും ടെമ്പറേച്ചർ മാറുകയാണെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസ് മാറും. Ohm's law states that the current through a conductor is directly proportional to the potential difference across the conductor when the temperature is constant. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിടത്തോളം കാലം ഒരു സർക്യൂട്ടിലുള്ള ഒരു കണ്ടക്ടറിലുള്ള കറന്റ് എന്ന് വെച്ചാൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. എന്താണ് കണ്ടോ ഇത്? കറന്റ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇത് ഇങ്ങനെയും പറയാം കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് എന്നും പറയാം. ഓക്കെ, ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, താപനില മാറിയില്ലെങ്കിൽ. അപ്പൊ ആർ ഈക്വൽ ടു വി ബൈ ഐ എന്ന് കിട്ടി. യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വിയുടെ യൂണിറ്റ് എന്താണ്? വോൾട്ട് അല്ലെ, വി വോൾട്ട്. കറന്റിന്റെ ഐയുടേതോ ആംബിയർ, എ. അപ്പൊ വി ഡിവൈഡ് ബൈ ഐ. ഇതിന്റെ പുതിയ സിമ്പൽ ആണ് ഓം എന്ന് വായിക്കും. ഇതിനെന്ത് പറയാ? ഓം എന്നും വായിക്കാം. ഓക്കെ, വോൾട്ട് പെർ ആംബിയർ ഈസ് ഓൾസോ നോൺ ആസ് ഓം, ഈസ് നോൺ ആസ് ഓം. അതായത് വോൾട്ട് പെർ ആംബിയർ എന്നത് എന്താണ് അറിയപ്പെടുന്നത്? ഓം എന്നറിയപ്പെടുന്നു. ലാർജർ യൂണിറ്റ്സ് ആയ കിലോ ഓം ആൻഡ് മെഗാ ഓം ആർ ഓൾസോ യൂസ്ഡ്. വലിയ യൂണിറ്റുകളായ കിലോ ഓം ഉപയോഗിക്കും. കിലോ ഓം എന്ന് വെച്ചാൽ 1000 ഓം എന്ന് വെച്ചാൽ 10⁻³ 3 പൂജ്യമല്ലേ ഉള്ളത്, 10⁻³ ഓം. മെഗാ ഓം എന്ന് വെച്ചാൽ 1000 കിലോ ഓം ആണ്. അതായത് ഈ 3 പൂജ്യവും ഈ കിലോയുടെ 3 പൂജ്യവും. അപ്പൊ എത്രയായി? ടോട്ടൽ 6 പൂജ്യമായി, 10⁻6 ഓം. When current flows through a conductor, resistance is caused by the collisions between free electrons and atoms in a conductor. എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിലെ കൂടി കറന്റ് ഒഴുകുന്ന സമയത്ത് ഇതിലുള്ള ഇലക്ട്രോൺസും ഈ ഇവിടെയുള്ള ആറ്റംസും ഒക്കെ തമ്മിൽ എന്താണ്? കൂട്ടിയിടിക്കും. അപ്പൊ ആ ഒരു കൂട്ടിയിടി എന്താണ്? ആ കറന്റിന് ഒരു തടസ്സം സൃഷ്ടിക്കും. അങ്ങനെയാണ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്, അല്ലെ തടസ്സം ഉണ്ടാവുന്നത്. അങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, അതാ പറഞ്ഞിട്ടില്ലേ. വെൻ കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ, കണ്ടക്ടറിലെ കൂടി കറന്റ് ഒഴുകുമ്പോൾ റെസിസ്റ്റൻസ് ഈസ് കോസ്ഡ് ബൈ, റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. എങ്ങനെ? എന്ത് കാരണമാണ്? ബൈ കൊളീഷൻസ് ബിറ്റ്വീൻ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ആറ്റംസ് ഇൻ എ കണ്ടക്ടർ. അത് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസും അവിടെ നിശ്ചലമായിട്ടുള്ള അവിടെ നിൽക്കുന്ന ആറ്റംസും തമ്മിൽ കൂട്ടിയിടിക്കപ്പെടുന്നു. അതാണ് റെസിസ്റ്റൻസ്, അല്ല ആ തടസ്സത്തിന് കാരണം. ഓക്കെ, വെൻ കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ, കണ്ടക്ടറിലൂടെ ഒഴുകുമ്പോൾ റെസിസ്റ്റൻസ് ഈസ് കോസ്ഡ് ബൈ, റെസിസ്റ്റൻസ് ഇന്ന കാരണം ഉണ്ടാവുന്നു. എന്താണ്? ബൈ ദ കൊളീഷൻസ് ബിറ്റ്വീൻ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ആറ്റംസ്. ഇവിടെ പറയുന്നുണ്ടോ? ഇവിടെ കുറച്ചും കൂടെ വലിയൊരു ട്യൂബ് ആണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ വലിപ്പം കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് ഇതിലെ കൂടി കടന്നു പോകാമായിരുന്നു. പക്ഷെ ഇവിടെ വലിപ്പം കുറഞ്ഞപ്പോൾ എന്താണ്? കുറച്ചും കൂടെ പ്രയാസമായി. ഇവർക്ക് മെല്ലെ മാത്രമേ പോകാൻ കഴിയൂ. വാട്ട് ഹാപ്പൻസ് ടു ദ കറന്റ് ത്രൂ ദ സർക്യൂട്ട് വെൻ ദ റെസിസ്റ്റൻസ് ഇൻക്രീസസ്? ഇപ്പൊ ഇവിടെ തടസ്സം കൂടിയപ്പോ ഇവർക്ക് പതിയെ മാത്രമേ ഇതിലെ കൂടെ പോകാൻ കഴിയുന്നുള്ളൂ. നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഈ കറന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിക്രീസ്, കുറയുന്നു. ഓക്കെ, തടസ്സം കൂടിയപ്പോൾ ആ ഒഴുക്ക്, കറന്റ് എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? പറഞ്ഞു അല്ലെ, ഓം. ഈ കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ, ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ കണ്ടോ? വി ബൈ ഐ, വിയും ഐയും ആറും ആ ടേബിളിൽ കൊടുത്തിട്ടില്ല. ചിലത് തന്നിട്ടുണ്ട്, ചിലത് തന്നിട്ടില്ല അല്ലെ. ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാവില്ല, ബാക്കി രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ ശ്രദ്ധിച്ചോ. ഓംസ് ലോയുടെ ട്രയാങ്കിൾ ആണ്. വി ഈക്വൽ ടു IR. കണ്ടോ? ഈ ട്രയാങ്കിളിലെ മേലെ വി,
താഴെ ഐ ഉണ്ട് ആറും ഉണ്ട്. അതായത് മുകളിലുള്ള വി കണ്ടുപിടിക്കണമെങ്കിൽ അടിയിലുള്ളവ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വി ഈക്വൽ ടു ഐ ആർ. ഓക്കെ. ഇനി അടിയിലുള്ള ഐ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ മേലെയുള്ള വി ഡിവൈഡഡ് ബൈ അടിയിലുള്ള ആറ് ചെയ്യണം. ഉണ്ടോ? ഐ ആണെങ്കിൽ മേലെയുള്ള വി ഡിവൈഡ് ബൈ അടിയിലുള്ള ആറ്. ഇനി ആറാണ് കണ്ടുപിടിക്കണമെങ്കിലോ, അതായത് വിയും ഐയും തന്നിട്ട് ആറാണ് കണ്ടുപിടിക്കണമെങ്കിലോ മേലെയുള്ള വി ഡിവൈഡ് ബൈ അടിയിലുള്ള ഐ. ഓക്കെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. വിയും ഐയും തന്നിട്ടുണ്ട്. അപ്പൊ ആറ് എവിടെയാണുള്ളത്? അടിയിലല്ലേ ഉള്ളത്. അപ്പൊ അടിയിലുള്ള ആറ് കണ്ടുപിടിക്കണമെങ്കിൽ വി ബൈ ഐ ചെയ്യണം. ഈ ഇക്വേഷൻ എടുക്കണം. അതായത് വി എത്രയാണ്? 9 ആണ്. 9 വോൾട്ട് ഡിവൈഡ് ബൈ ഐ എത്രയാണ്? 1 ആണ്. 9 ഡിവൈഡ് ബൈ 1 ഈക്വൽ 9. യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഓക്കെ. ഇവിടെ ഐ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഐ കണ്ടുപിടിക്കണം, അടിയിലുള്ള ഐ കണ്ടുപിടിക്കണമെങ്കിൽ മുകളിലുള്ള വി ഡിവൈഡ് ബൈ അടിയിലുള്ള ആറ് ചെയ്യണം. വി ബൈ ആറ് ചെയ്യണം. ഓക്കെ. അപ്പൊ എന്ത് കിട്ടും? 3 ഡിവൈഡ് ബൈ വി ഡിവൈഡ് ബൈ ആറിലെ. അപ്പൊ 3 ഡിവൈഡ് ബൈ ആറ് എത്രയാണ്? 6 ആണ് അല്ലെ? 6 ആണ്. ഓക്കെ. 3 ഡിവൈഡ് ബൈ 6 എന്ന് വെച്ചാൽ 0.5 ആംബിയർ. ഇവിടെയോ? ഇവിടെ വി ആണ് അറിയേണ്ടത്, ഐയും ആറും തന്നിട്ടുണ്ട്. വി മേലെയല്ലേ ആ ട്രയാങ്കിൾ ഉണ്ടായിരുന്നത്. അപ്പൊ അടിയിലുള്ള ഐ മൾട്ടിപ്ലൈ ബൈ ആറ്. അപ്പൊ എന്താണ്? 2 ഡിവൈഡ് ബൈ 3. സോറി, 2 മൾട്ടിപ്ലൈ ബൈ 3. അപ്പൊ എന്താണ്? 3 2 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ 6 ആണ്. ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരച്ചു നോക്കാം. ഇവിടെ കണ്ടോ, എക്സ് ആക്സിസിൽ കറന്റ് കൊടുത്തിട്ടുണ്ട്. കറന്റിന്റെ യൂണിറ്റ് ആംബിയർ, ബ്രാക്കറ്റ് കണ്ടോ, ആംബിയർ എന്ന് കൊടുത്തിട്ട്. വൈ ആക്സിസിലെ വോൾട്ടേജ് വി, വോൾട്ടേജ് യൂണിറ്റ് വി ആണ് അല്ലെ, വോൾട്ട് ആണ്. അതാണ് ഇവിടെ വി എന്നുകൊണ്ട് ബ്രാക്കറ്റ് കൊടുത്തത്. ഓക്കെ. ഇത് വോൾട്ടേജ് വി എന്ന ആ ഒരു വി ആണ്. ബ്രാക്കറ്റിലുള്ള യൂണിറ്റ് വോൾട്ട് ആണ് എന്നതിന്റെ വി. ഇനി ഇതിൽ നമ്മൾ ഒരു ഗ്രാഫ് വരക്കുമ്പോൾ സ്കെയില് വേണം അല്ലെ. എന്ത് സ്കെയിലാണ്? അതായത് തോത് എന്ന് മലയാളത്തിൽ പറയും. ഇതിലുള്ള ഒരു സെന്റിമീറ്റർ യഥാർത്ഥത്തിൽ എത്രയാണെന്ന് നമുക്ക് പറയണം. അതിനാണ് സ്കെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. നമ്മൾ കണ്ടോളൂ, ഏതൊക്കെ നമുക്ക് പ്ലോട്ട് ചെയ്യണം ഗ്രാഫിൽ. ആദ്യം നമുക്ക് ഐയുടെ കേസ് എടുക്കാം. 1 ആംബിയർ പ്ലോട്ട് ചെയ്യണം, 0.5 ആംബിയർ പ്ലോട്ട് ചെയ്യണം, പിന്നെയോ 2 ആംബിയർ നമുക്ക് ഇവിടെ രേഖപ്പെടുത്തണം. അപ്പൊ നമുക്കൊരു 0.5 ഡിഫറൻസിൽ കൊടുത്താൽ എന്താവും? 0.5 വരും, പിന്നെ 1 വരും, 1.5 വരും, 2.5 വരും, അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം അല്ലെ. കണ്ടോ, 0.5 ഇവിടെ ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, നമുക്ക് എല്ലാം മാർക്ക് ചെയ്യാം. അപ്പൊ ഒരു 0.5 ഡിഫറൻസിൽ, അതായത് എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.5 ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാ ഇവിടെ സ്കെയിൽ കൊടുത്തത്. എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 0.5 ആംബിയർ ആണ്. അപ്പൊ നമ്മൾ 0.5 ആംബിയർ ഡിഫറൻസ് നമ്മൾ മാർക്ക് ചെയ്തു. 0, 0.5, 1, 1.5, 2 ഒക്കെ മാർക്ക് ചെയ്തു. 2.5. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടോ, 9 വോൾട്ട് വേണം, 3 വോൾട്ട് മാർക്ക് ചെയ്യാനുണ്ട്, 6 വോൾട്ട് മാർക്ക് ചെയ്യാനുണ്ട്. നമുക്കൊരു 3 ഡിഫറൻസിൽ വരച്ചാൽ മതിയല്ലോ. 3, 6, 9, 12 അങ്ങനെ മാർക്ക് ചെയ്താൽ മതിയല്ലോ. അതാണ് ഇവിടെ വൈ ആക്സിൽ 0, 3, 6, 9, 12, 15 അങ്ങനെ മാർക്ക് ചെയ്യാം. എത്രയാണ് ഡിഫറൻസ്? വൈ ആക്സിൽ 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 3 വോൾട്ട് ഡിഫറൻസിലാണ് വൈ ആക്സിൽ മാർക്ക് ചെയ്തത്. ഇതാണ് സ്കെയിൽ. ഓക്കെ. ഇനി നമുക്ക് ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 9 വോൾട്ട് വി ഉണ്ടായപ്പോ എന്താണ്? വി 9 വോൾട്ട് ഉണ്ടാകുമ്പോൾ, അപ്പൊ നമുക്ക് വിയുടെ അടുന്ന് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇങ്ങനെ വരക്കാം, നീട്ടി വരക്കാം. ഓക്കെ അല്ലെ. 9ൽ നിന്ന് നമ്മൾ ഡോട്ടഡ് ലൈൻ ഇങ്ങനെ വരച്ചു. 9ൽ നിന്ന് വി 9 വോൾട്ട് ആയിട്ടുണ്ടാകുമ്പോൾ ഐ എത്രയാണ്? 1 ആംബിയർ ആണ്. അപ്പോൾ ഇവിടെ 1ൽ നിന്നും ഐ 1ൽ നിന്നും മേലോട്ട് നമ്മൾ ഇങ്ങനെ ഗ്രാഫ് വരച്ചു. ഇങ്ങനെ വരക്കാം. ഇത് എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ഈ ഒരു പോയിന്റിലാണല്ലോ. ഇവിടെ ഒരു പോയിന്റ് കിട്ടി. പിന്നെയോ വി 3 വോൾട്ട് ഉണ്ടായപ്പോൾ ഐ 0.5 ആംബിയർ ആണ്. വി 3 വോൾട്ട് പറഞ്ഞാൽ ഇവിടെ വരും. വി ഈ ആക്സിലല്ലേ. 3 ആകുമ്പോൾ ഉണ്ടോ, 3 ആകുമ്പോൾ ഇവിടുന്ന് ഡോട്ടഡ് ലൈൻ വരക്കാം. ഐ എത്രയാണ്? 0.5 ആണ്. അപ്പൊ ഐ 0.5 ഇവിടെയല്ലേ. ഇവിടെ നിന്ന് മേലോട്ട് ഡോട്ടഡ് ലൈൻ വരക്കാം. ഇതിന്റെ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ഈ ഒരു പോയിന്റിൽ അല്ലെ. ഒരു പോയിന്റ് നമ്മൾ കിട്ടി. ഇനി വി 6 ആകുമ്പോൾ I2, വി 6 എന്ന് വെച്ചാൽ ഇവിടെ 6 എവിടെയാണ് ഉള്ളത്? ഇവിടെ അല്ലെ. വി 6 ആകുമ്പോൾ ഇവിടുന്ന് ഡോട്ടഡ് ലൈൻ വരക്കാം. വി 6 ആകുമ്പോൾ ഐ എത്രയാണ്? 2 ആണ്. അപ്പൊ 2ൽ നിന്ന് മേലോട്ട് ഡോട്ടഡ് ലൈൻ വരക്കണം. 2 ഇവിടെയല്ലേ ഉള്ളത്. ഇവിടുന്ന് മേലോട്ട് ഡോട്ടഡ് ലൈൻ വരക്കാം. ഡോട്ടഡ് ലൈൻ ഇങ്ങനെ നമുക്ക് വരക്കാം. ഇത് എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ഇവിടെയല്ലേ. നമുക്ക് 3 പോയിന്റ്സ് കിട്ടി. ഈ പോയിന്റ്സ് കണക്ട് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഗ്രാഫ് കിട്ടും. ഓക്കെ. ഇവിടെ ഈ പോയിന്റ്സ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ.
നെക്സ്റ്റ് ടോപ്പിക് റെസിസ്റ്റർ ആണ്. അതായത് റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു. അത് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളാണ് റെസിസ്റ്റേഴ്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.